പാടാലോ? പാടാം പാടാം. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാറ കട്ടുകുപ്പായക്കാര. നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞതിൻ്റെ ആഘോഷത്തിലാണ്. സ്പെയിനാണ് കപ്പടിച്ചത് ഫുട്ബോളിൽ. അതിലെ ഏറ്റവും നന്നായിട്ട് കളിച്ചൊരു താരം കുക്കുറല്ലയാണ്. കുക്കുറല്ലയുടെ മുടിയോട് സാമ്യമുള്ള ഒരു അസാധ്യ കലാകാരനോടൊപ്പമാണ് നമ്മളിരിക്കുന്നത്. നമ്മളിപ്പോൾ മാമ്പുഴക്കരി ലൂർദുമാത ഇടവകയിലാണ്. ഇവിടെ ഈതൻ ക്രിസ്റ്റോ കുഞ്ഞിനോടൊപ്പമാണ്, കുഞ്ഞിൻ്റെ പപ്പയുടെ മമ്മിയോടൊപ്പമാണ് ഒപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇവനെ ഡ്രമ്മിൽ വിസ്മയം തീർക്കുന്ന ഒരു അസാധ്യ കലാകാരനാണ്. 3 വയസ്സാകുന്നു അല്ലേ? 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ് കഴിഞ്ഞു. നമ്മൾ ആ കുഞ്ഞിനോടൊപ്പമാണ്, അവൻ്റെ മാതാപിതാക്കളോടൊപ്പമാണ്. പവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ്ട് നീ നമുക്ക്. എപ്പോഴാണ് നിങ്ങൾ ഈ കൊച്ചിന് ഇത്രയും ഇതിൽ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്? ശരിക്കും ഇവൻ നല്ല കുഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിൽ നമ്മൾ ചുറ്റിനും കൂടി നിന്ന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ പാട്ട് പാടി കൊടുക്കുക, ഡ്രംസ് കൊട്ടി കൊടുക്കുക, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചേട്ടനെ ഫാമിലി ഞങ്ങളെല്ലാം ഒരുമിച്ച് ദുബായിലാണ്. അപ്പം ഇവൻ ചെറുപ്പം മുതൽ എൻ്റെ ചേട്ടനും ഞാനും എല്ലാം ഇങ്ങനെ ചുറ്റിനും ഇരുന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഈ ഡ്രം സെറ്റുകളുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഈ ഡ്രംസിനോടൊക്കെ ഉള്ള ഒരു ചെറിയ ഭ്രാന്തുണ്ട്. അപ്പം നമ്മളതിങ്ങനെ ഇവൻ്റെ അടുക്കൽ ഇങ്ങനെ കൊട്ടി ഇങ്ങനെ ചെയ്യും. പിന്നെ ഇവനെ ഈ ഡ്രംസിൻ്റെ വീഡിയോസ് ഇങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന. അപ്പോൾ പുള്ളി ഇങ്ങനെ പിടിച്ച്, അപ്പോൾ ഈ ഡ്രം ശരിക്കും ഇതൊരു ആഫ്രിക്കൻ ഡ്രമ്മാണ്. ഇതിൻ്റെ പേര് ജംബെ എന്നാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പ്ലേ ചെയ്യുന്ന ഡ്രമ്മാണ് ശരിക്കും. അപ്പോൾ ഈ ഡ്രം ശരിക്കും ഞങ്ങളുടെ ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് നടക്കാറാവുന്നത് തന്നെ ഇവത്തിൽ പിടിച്ചാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ പിടിച്ച് എഴുന്നേറ്റ് പുള്ളി ഇങ്ങനെ കൊട്ടും. അപ്പം നമുക്ക് അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഒരു കുഞ്ഞിൻ്റെ ആയിട്ടുള്ള റെസ്പോൺസായിട്ട് നമ്മൾ കരുതിയത്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന താളം പുള്ളി റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവനത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഇരുന്ന് ഒരു ചെറിയ താളങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പറയുമ്പം പുള്ളി അതേ താളം തിരിച്ച് പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ ഒരു ഡ്രമ്മിൽ നിന്നും 2, 3, 4, 5 അങ്ങനെ ഡ്രമ്മുകൾ മാറി പുള്ളിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പാടുകൾ വാങ്ങിക്കുന്നു. അങ്ങനെയാണ് അവർ ചെറുപ്പം മുതലുണ്ട്. ഇതിൽ ഏതെൻ്റെ പപ്പ ക്രിസ്റ്റോ നമ്മുടെ ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിലാണ് പഠിച്ചത്. അവിടെ എന്താ പഠിച്ചത്? ഞാൻ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു. ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു. അതിനുശേഷം UAE പോയി. ഇപ്പം എനിക്കൊരു സ്വന്തം കമ്പനി ഉണ്ട്. ഇപ്പം അവിടെ ബി ക്രിയേറ്റീവ് എന്നാണ് പേര്. അപ്പം ഞാനിപ്പോൾ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അഡ്വർടൈസിങ് ഫീൽഡാണ്, അതിൽ വർക്ക് ചെയ്യുക. ഈ കുഞ്ഞിന് ഈ കല കിട്ടിയത് നിങ്ങൾ ആരിൽ നിന്നാണ്? അമ്മ നന്നായിട്ട് പാടുന്നതായിട്ട് കണ്ടു. അമ്മ നന്നായിട്ട് പാടും. അപ്പം ഇവനെ ചെറുപ്പത്തിൽ ഇവൻ്റെ താരാട്ട് നമ്മുടെ നോർമൽ പാട്ടല്ല, നല്ല താളത്തിലുള്ള താരാട്ട് കേട്ടാണ് ഇവൻ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ താളം നന്നായിട്ട് മനസ്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പാടും. പിന്നെ ഞാൻ എൻ്റെ ഇടവക സെൻറ്റ് സേവിയേഴ്സ് വെളിയനാടാണ്. അപ്പം ശരിക്കും എൻ്റെ ചെറുപ്പം മുതൽ ഞാനൊരു 8ാം ക്ലാസ് മുതൽ ഞാൻ തബല പഠിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റ് സേവിയേഴ്സിൽ നമുക്ക് കൊയറിൽ കയറാനുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നമ്മൾ തായ്ക്കാട് ശീരച്ചൻ്റെ അടുക്ക് വന്ന് സദസ്സിൽ വന്നിട്ട് അവിടെ നിന്നാണ് തബല പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ 2 പേര്, ഒരാൾ റിതംപാട് പഠിച്ചു, ഒരാൾ പിയാനോ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കൊയറിലേക്ക് കയറുമായിരുന്നു. അപ്പോൾ ഒരു 8-9 ക്ലാസ് മുതൽ ഞങ്ങൾ കൊയറിൽ ഉണ്ട്. പിന്നെ അത് +2 കഴിഞ്ഞ്, അതായത് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഒരു വർഷം കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പിള്ളേർ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ മാറിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഈ ഒരു തബലയായിട്ടുള്ള ഒരു ബന്ധം. പക്ഷേ അമ്മയുടെ പാട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമ്മ ഇവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കാരണം ഇവന് ആവശ്യമുള്ള ടൈമിലൊക്കെ അവൾ ഇരുന്ന് പാടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ ആ പാട്ട് പാടാവോ, അമ്മ ഈ പാട്ട് പാടാവോ. അപ്പോൾ ഇവനെ ഉറക്കാൻ വേണ്ടി അമ്മ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. അതപ്പം ഇവന് ഈ വലുതായി കഴിഞ്ഞും അമ്മ ആ പാട്ട് പാടാവോ എന്ന് ചോദിച്ച് പാടാറുണ്ട്. അമ്മയുടെ വവയണി
ഗീതം കിട്ടാൻ. ഇതിനപ്പം ഇപ്പോൾ പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കാൻ തുടങ്ങിയോ പ്രൊഫഷണൽ ക്ലാസ്സുകളിലെല്ലാം? ഈ മ്യൂസിക്കാണോ? ഞാനൊരു 2-3 സ്കൂളുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ 5 വയസ്സ് കഴിയാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, പ്രൊഫഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അവർ പറയുന്ന അവർ പറഞ്ഞു കൊടുക്കുന്ന റിതം മനസ്സിലാക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഒരു 5 വയസ്സ് മുതലേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇവൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണിച്ചു. ഞങ്ങൾ ഇവനുമായിട്ട് പോയായിരുന്നു. അപ്പം അവിടെ ഒരു ഡ്രമ്മിസ്റ്റ് ഉണ്ട്, ആൾ ഫിലിപ്പീനിയാണ്. അപ്പം ആൾക്കൊരു 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളെന്നോട് പറഞ്ഞു എനിക്ക് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ റീസൺ ഇതാണ് പറഞ്ഞത്, പ്രായം ഇതിൽ. പിന്നെ അത് മാത്രമല്ല ബേസ് ഡ്രമ്മിന് അവർക്ക് അതിൻ്റെ പെഡലിൽ സീറ്റിൽ കാല് എത്തുന്നില്ല, അവൻ എത്തത്തില്ല. അപ്പോൾ അത്രയും മാക്സിമം എനിക്ക് ലോ ചെയ്ത് കാണിച്ചു, എന്നിട്ട് ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ അവൻ അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 വയസ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, അതുവരെ നിങ്ങൾ വീട്ടിൽ അവനെ സപ്പോർട്ട് ചെയ്യും. അപ്പം അത് ആ താളം ഒന്നും മൈൻഡ് ചെയ്യണ്ട, അവൻ ആ മ്യൂസിക് അങ്ങനെ കിട്ടിക്കോട്ടെ, താളമൊക്കെ അവന് കിട്ടുന്ന പോലെ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 വയസ്സാകുമ്പോഴത്തേക്ക് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി UAE ചെണ്ട പഠിപ്പിക്കുന്ന. അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചായിരുന്നു. അപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് അവനെ ഒന്ന് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ ആദ്യം ചേട്ടൻ ഇവൻ്റെ പ്രായം കേട്ടപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനേടാ 5 വയസ്സെങ്കിലും ആകാതെ പിള്ളേരാവത്തില്ല. ഞാൻ അയച്ചു കൊടുത്തു വീഡിയോ ഒക്കെ, ചേട്ടാ അവൻ പിക്ക് ചെയ്യുന്നുണ്ട്, ചേട്ടൻ ഒന്ന് നോക്കേ. കണ്ടിട്ട് എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയിട്ട് വാ, നമുക്ക് അടുത്ത ആഴ്ച ഒന്ന് ഇരിക്കാം. അപ്പോൾ ഇരുന്നിട്ട് നമുക്ക് അവനോടൊന്ന് ഞാൻ കുറച്ച് പറഞ്ഞൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം അവനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ഒന്ന് കൊണ്ടുപോയി നോക്കണം. ക്രിസ്റ്റിയുടെ ചേട്ടൻ അലക്സും കൊട്ടുന്നതിലപ്പുറം കൊച്ച് ഈ പുറത്തുള്ള മുമ്പേ ശിവമണിയുടെ ഒക്കെ പേര് പറയുന്നത്. അതെ, അങ്ങനെ കൊച്ചിന് ഭയങ്കര ഇവന് ഇഷ്ടപ്പെട്ട ഈ മറ്റ് ഡ്രമ്മിസ്റ്റുകൾ ആരൊക്കെയാണ്? ഇതുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രം പ്ലേ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരൊക്കെയാണ്? ഏറ്റവും ഇഷ്ടം ആരെയാ? പേര് പറഞ്ഞല്ലോ, അതാരായിരുന്നു? ഞാൻ മറന്നുപോയി. അല്ല, അത് ഞാൻ മറന്നുപോയി. മറ്റേ നമ്മുടെ ആരായിരുന്നത്? ഏതാ? ജോനാഥൻ മൊഫേറ്റ് അല്ലേ? ജോനാഥൻ മൊഫേറ്റ് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ഡ്രമ്മറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ മൈക്കിൾ ജാക്സന്റെ തന്നെ പാട്ടുകളുടെ കുറേ കവർ കുറേ പേർക്ക് വേണ്ടി പുള്ളി പ്ലേ ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പം മൈക്കിൾ ജാക്സന്റെ കുറേ കവർ സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ട് ഡ്രമ്മിൽ തന്നെ. അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മൈക്കിൾ ജാക്സനുള്ള ഒരു ആരാധന മൂത്ത് നമ്മളത് സ്ഥിരം കേൾക്കുന്ന. അപ്പം ഞാനത് പിന്നെ ഒരു സമയത്ത് ഇവനെ കാണിച്ചു, വെറുതെ കാണിച്ചതാണ്. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പുള്ളി ഈ മൈക്കിൾ ജാക്സന്റെ സ്മൂത്ത് ക്രിമിനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ താളം ഇവന് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസി ഉള്ളൊരു താളമാണ്. എങ്ങനെയാ താളം? ഡേഞ്ചറസും ഉണ്ട്. അപ്പം സ്മൂത്ത് ക്രിമിനൽ കുറച്ചും കൂടി ഈസിയാണ്. മൈക്കിൾ ജാക്സന്റെ പാട്ടുകളിൽ നമുക്ക് ഡ്രമ്മിൽ കേട്ടിരിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ്റെ ഒരു ഡ്രം പാടുണ്ട്, നോർമലി ഒരു ഇലക്ട്രിക്കൽ ഡ്രം പാടുണ്ട്, അതിൽ അല്ലാതെ പിന്നെ ഒരു പ്രാക്ടീസ് പാടുമുണ്ട്. ഇതിൽ രണ്ടിലും പുള്ളി അത് റിപ്പീറ്റ് ചെയ്യും ശരിക്കും. അപ്പം പുള്ളിക്ക് അത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് ശിവമണിയാണ്. ശിവമണീനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. കാരണം ശിവമണിയോട് ഇഷ്ടം കൂടാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചെറുപ്പത്തിൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ഡ്രമ്മിൽ പിടിച്ചെഴുന്നേക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ അവിടെ വാട്ടർ ക്യാൻ ഉണ്ടല്ലോ, വലിയ വാട്ടർ ക്യാൻ, അത് ഇതിൻ്റെ സൈഡിലാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ പുള്ളി അതിലിങ്ങനെ വന്നിങ്ങനെ കൊട്ടും. അപ്പം ഈ ശിവമണി ശരിക്കും ഈ വാട്ടർ ക്യാനിലൊക്കെ പ്ലേ ചെയ്യുമല്ലോ, എല്ലാത്തിലും പ്ലേ ചെയ്യും. അപ്പം അതൊക്കെ കാണുമ്പം പുള്ളിക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഭയങ്കര. അപ്പോൾ ഏതിൽ വേണമെങ്കിലും എനിക്ക് പ്ലേ ചെയ്യാം. കൊട്ടിയപ്പോൾ നമ്മൾ പാടിയപ്പോൾ പലതും കൊട്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, അപ്പം അതിലും അതിപ്പോൾ ടിഷ്യൂ ബോക്സ് ആയിരിക്കാം, ബുക്കായിരിക്കാം. ഇപ്പോൾ ചില പാട്ടുകളിലൊക്കെ ചില സമയത്തൊക്കെ ഞങ്ങൾ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം, ചിലപ്പോൾ അവൻ കൊട്ടുന്ന ബുക്കിലായിരിക്കും, അവൻ വേറെ ഡ്രമ്മൊന്നും കാണില്ല, ചില ബുക്കിലായിരിക്കും. നമ്മളൊരു ബുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പരിചയപ്പെടുത്താം കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരെന്നാ? ഇതിന്റെ പേരോ? ഇത് ശരിക്കും ഒരു ഈജിപ്ഷ്യൻ ഇതാണ്. ഇതിന്റെ പേര് ടെഫ് എന്നാണ്. നമ്മളിവിടെ ദഫ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഈജിപ്ഷ്യൻ വേർഷനാണ്. ശരിക്കും ഇത് ഗോഡ് സ്കിൻ ആണ് ചെയ്തേക്കുന്നത്. ഇത് പ്രൊഫഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ശരിക്കും. കുറച്ചും കൂടെ ഇതിന് ഉള്ളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. ഇത് പ്രൊഫഷണൽ ലെവൽ ഇൻസ്ട്രുമെൻറ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് തണുത്തിട്ട് ഇതിൻ്റെ ഒരു ടെമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞങ്ങളിത് നോർമലി നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള ഇത് കിട്ടും. ഇത് ശരിക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ്, ട്യൂൺ ചെയ്തെടുക്കാവുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഇത് ടഫ് എന്ന് പറയുന്നത് നമ്മൾ ദഫ് തന്നെ, സെയിം നമ്മുടെ ദഫ് തന്നെ, അറബിക്കാണ്. പിന്നെ ഇത് ആഫ്രിക്കൻ ഇതെന്തോ ഇതിന്റെ പേരെന്നാ? ഇതിന്റെ ഡ്രമ്മിന്റെ പേരെന്നാ? ജെംബെ എന്നാണ് ഈ പേര്. ഇതൊരു ആഫ്രിക്കൻ ഡ്രം ആണ്. ഇതും പ്രൊഫഷണൽ ഗ്രേഡ് തന്നെയാണ്.
പ്രൊഫഷണൽ ഗ്രേഡ് തന്നെ. അപ്പം ഇത് ഒരു ഒറ്റത്തടിയിൽ ചെയ്തെടുത്തേക്കുന്ന താഴ്വശം ഹോളായിട്ട് ഒറ്റത്തടിയിൽ ചെയ്തെടുത്തേക്കുന്ന നാച്ചുറൽ ഗോഡ് സ്കിൻ തന്നെയാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ ഇവൻ ഈ ഇത് മരം, ഇതാ മരം, ഇത് മരം, ഇത് സ്കിന്ന് തുകല്. അപ്പം ഇതിനകത്ത് എന്നൊക്കെ ഉള്ളത്? ഇത് ക്ലാബ് ബോക്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ശരിക്കും നമ്മളൊരു ട്രാവൽ സൈസ്ഡ് ഡ്രം എന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പം നമ്മൾ ഈ കിക്ക് ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ ബേസ് ഡ്രമ്മിൻ്റെ ഒരു ഇത് സെൻറ്ററിൽ വരുന്നുണ്ട്. അപ്പം അതിനാണ് ഇവിടെ ഈ ഹോള് വന്നേക്കുന്നത്. അപ്പം ആ ഒരു എയറിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്കിത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സൗണ്ട്, അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഇത് സ്നെയർ ഡ്രം ആണ് വന്നേക്കുന്നത്. അപ്പം നമ്മുടെ നോർമൽ സ്നെയർ ഡ്രമ്മിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തന്നെ കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ഓൾറെഡി ആ ഗിറ്റാർ വയറും കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പ്രിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ 2 ഡ്രമ്മിൻ്റെ ഫീൽ കിട്ടും. ഇത് ആ ഡ്രമ്മിൻ്റെ കിക്ക് ഡ്രമ്മിൻ്റെ ഫീൽ കിട്ടും, ഇത് ആ സ്നെയർ ഡ്രമ്മിൻ്റെ ഫീലും കിട്ടും. അത് തന്നെയാണ് ഇതപ്പം നമുക്കൊരു ട്രാവൽ സൈസ്ഡ് ഇതൊന്നുമുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവനിത് പ്ലേ ചെയ്യുന്ന കണ്ടിട്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ഇവന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണിത്. ഇപ്പം ഇന്നലെ ശരിക്കും ഈ ക്ലബ് ബോക്സിൻ്റെ കമ്പനി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ പ്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സിൽ അവൻ പ്ലേ ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പം അവന് കുറച്ച് ഗിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ദൈവം ദാനമായിട്ട് തന്ന കുഞ്ഞിനെ വേദന അവൻ്റെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന 2 മാതാപിതാക്കളെയാണ് നമ്മളിവിടെ കണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മുതൽ 1 മണിക്കൂറോളം സമയം ഉച്ചയ്ക്കെത്തി ഈ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ അവനാ താളത്തിലേക്ക് വരാൻ വേണ്ടി ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുന്ന 2 മാതാപിതാക്കളെയാണ് കണ്ടത്. കുഞ്ഞിൻ്റെ ആ കഴിവ് തിരിച്ചറിഞ്ഞ് ഇവരെ ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം കൊടുത്ത കഴിവ് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള പ്രോത്സാഹനമാണ് ഇവരെപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് മനോഹരമായ കഴിവ് വളർത്തിയെടുക്കാനുള്ള എല്ലാ ആശംസകളും കുഞ്ഞിന് നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ബൗൺസ് ചെയ്യും അല്ലേ? ഇത് റീബൗണ്ട് ചെയ്യും അല്ലേ? ഇതൊന്ന് നോക്കിക്കേ, അവത്തേല് ക്ലാബ് ബോക്സിൽ നമ്മൾ വെച്ച് കൊണ്ടുപോകും. ഇതോ അത് കേൾക്കുന്നുണ്ട് ഞാൻ. റീബൗണ്ട് ചെയ്യാം. അവത്തെ കുട്ടി അപ്പൊ ഇതും കൂടെ മറ്റത് വേണോ? വേറെ എവിടെയും കൊട്ടാത്ത സ്റ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് വേണോ? ഈ സ്റ്റിക്ക് വേണോ? ഈ സ്റ്റിക്ക് വേണോ? ഇവത്തെ കൊട്ട ഇത് വേണോ? അപ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കൊട്ടോ അല്ലേ? ഇത് മാറ്റി വെക്കട്ടെ. അത് ഞാനൊന്ന് പറഞ്ഞായിരുന്നു ഈ സ്റ്റിക്ക് വെച്ച് വേറെ എങ്ങും കൊട്ടല്ലോ. ഞങ്ങളുടെ ഒരു പ്രാക്ടീസ് പാടുണ്ട്. അത് കൊള്ളാം. ഇത് നല്ല സൗണ്ട് അല്ലേ? ഇത് നല്ല സൗണ്ട് ഉണ്ടല്ലേ? ഇത് കൊള്ളാം. അത് കൊള്ളാം. റീബൗണ്ട് അതിലും റീബൗണ്ട് ആവുന്നുണ്ട്. പക്ഷെ അതിൽ സൗണ്ട് എങ്ങനെയുണ്ട് കൂട്ടിയിട്ടത്? താളം കൂട്ടി വെക്കും. നേരെ വെക്കാം. താളം കൂട്ടിക്കപ്പോ അത് കറക്റ്റാ. സൗണ്ട് ഇത് കറക്റ്റാ. ഇത് കറക്റ്റാ. കൂട്ടിക്ക് ഇതങ്ങോട്ടേക്ക് ഇഷ്ടമുള്ള ഒരു താളം ഇപ്പൊ കൂട്ടെ. എങ്ങനെയായിരുന്നു? ആർക്കും അറിയത്തില്ല അതൊന്നും. ഇതങ്ങോട്ടേക്ക് മാത്രമേ അറിയത്തില്ല. ഇഷ്ടമുള്ള താള കൂട്ടുന്നത്. ഇതങ്ങോട്ടനോട് ആരും ഒന്നും പറയാം. വേണ്ട ചേച്ചി, ഇതങ്ങോട്ടനാ കൂട്ടുന്നത്. എന്നാ ഞാൻ കൂട്ടിക്കോളാം. എന്നാ കൊട്ടട്ടെ. താളം തെറ്റുന്നേ. താളം ശരിയായില്ല. താളം ശരിയായില്ല. ഞാൻ കൂട്ടിക്കോട്ടെ. ഞാൻ കൈ കൊണ്ട് കൂട്ടിക്കോട്ടെ. നേരെ നടു നിർത്തിയിരുന്നേ. നേരെ ഒന്ന് ഇരുന്നേ. താളം കൂട്ടണം. താളം ഇതല്ല താളം. ഞാൻ കൂട്ടിക്കോളാം. വീടിന്റെ പുറത്തല്ലേ? പുറത്തൊന്നല്ലേ ഉള്ളൂ. നമ്മള് വീടിന്റെ പുറത്തിരുന്ന് കൊട്ടത്തില്ലായിരുന്നോ? അമ്മ ഇങ്ങനെ തലയാട്ടപ്പോഴേക്കും ഇതിന്റെ താളത്തിനനുസരിച്ച്
3, 2, 1 ഗോ. എങ്ങനെയായിരുന്നു? ആണ്ട് 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 അച്ചേച്ചി ആണ്ട് ഇപ്പൊ മറ്റേത് വെച്ചിട്ട് കൂട്ടും. അയ്യോ ഞാൻ കൂട്ടിക്കോളാം. അവന് സമയമില്ല, ഞാൻ കൂട്ടിക്കോളാം. വേണ്ട വേണ്ട, എന്റെ ഇതും കൂട്ടം കൂട്ടും. എന്റെ ഇതും കൂട്ടാ പാട്ട് വെച്ചു. ആ അല്ല അമ്മ പാട്ട് പാടാവേ. അവിടെ കൂട്ടിക്കോ. ആ സൗണ്ട് കേട്ടോട്ടെ. ആ സൗണ്ട് അവിടെ താളമില്ലല്ലോ. ഇത് തന്നെ 3, 2, 1 ഗോ. ഇവിടെ ഇരുന്ന് കൂട്ടിക്കോ. അവിടെ കൂട്ടിക്കോ. പക്ഷെ അവിടെ ഇരുന്ന് കൂട്ടെ. 3, 2, 1 ഗോ. പവാട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പവാട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പവാട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഉമ്മാന്റെ പൊരുളെ ഇക്കാന്റെ അരളെ മുത്താണ് നീ ഞമ്മക്ക്. ഒന്നുകൂടെ അമ്മ ഒന്നുകൂടെ ഒന്നുകൂടെ ഇത് സൂപ്പറായിരുന്നു. അറിയത്തില്ലല്ലേ? ഒരു താള കുട്ടിക്ക് അമ്മ പഠിക്ക. പാവാട ഒന്നുകൂടെ പഠിക്കാമേ. 3, 2, 1 ഗോ. ഇവിടെ വെച്ചേക്കാം. അവിടെ 3, 2, എടുക്കണം കേട്ടോ. അത് ഇതും കൂടെ അത് കണ്ട് അല്ലേ? അത് സൂപ്പറായിരുന്നു ഇങ്ങോട്ടാ പറഞ്ഞത് കേട്ടോ. തകർത്തോ. പവാട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പവാട വേണം നിലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ. ഇതും കൂടെ ഇവത്തേല് കൂട്ടുമ്പോണ്ടല്ലോ. ഇവത്തെ കൂട്ടുമ്പോൾ ഇത് എടുത്തു. മോനെ നല്ല സ്റ്റിക്ക് വേണം. അങ്ങനെ തിരിഞ്ഞു പോലെ എനിക്ക് കാണാൻ പറ്റില്ല. ഇതിലും വിടാം മോനെ. ഞാൻ അറിയാൻ പറ്റേ ഇതും അല്ലല്ല. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതും ഇത് രണ്ടും കൂടെ കൊട്ടാവോ? അമ്മ ഇങ്ങനെ പിടിക്കാവേ. അച്ഛേ അങ്ങനെ പിടിക്കും. ഇതും തിരിയാതെ നേരെ ഇരുന്നു. സ്റ്റൂൾ അടുപ്പിച്ചിട്ടാ ഇത് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടെ. അപ്പൊ തിരിയാതെ കൊട്ടാലോ മോനെ. ഇത് മതിയോ? ഇത് സൂപ്പറാ. ഒരു നല്ല താളം. താർത്തോ. കൂട്ടി. അതിന്റെ സൗണ്ട് നോക്കി. ഇതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. അതും വ്യത്യാസമുണ്ട്. യെസ്, അതും വ്യത്യാസമുണ്ട്. ഇത് മുഴുവൻ വ്യത്യാസം. പക്ഷെ അതപ്പോ ഒറ്റ പാട്ടിൽ എങ്ങനെ നമ്മൾ ഇത് എല്ലാം കൂടെ വായിക്കുന്നത്? ഇതുകൊണ്ട് വേറെ താളം. അവത്തെ പക്ഷെ കേൾക്കാൻ ഇവത്തെ വെച്ചു. ഇത് ഞങ്ങൾ തന്നെ പഠിച്ച കേട്ടോ.